നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മൈസൂരാണുള്ളത്. മൈസൂർ നമ്മുടെ ഉസ്മാൻ ഭായിയുടെ കടയിലാണ്. ഇദ്ദേഹമാണ് മൈസൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഉസ്മാൻ ഡ്രൈ ഗോബി എന്ന് പറഞ്ഞ ഒരു കടയാണ്. നമ്മൾ കാണുന്നതല്ല, ഇച്ചിരി കാണുമ്പോൾ ഇവിടുത്തെ തിരക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാതിരി തിരക്കുള്ളൊരു കടയാണ്. അതായത് കോളിഫ്ലവർ പ്രത്യേകമായിട്ടുള്ള ഒരു മസാലയിൽ മിക്സ് ചെയ്തിട്ട് ഇദ്ദേഹം ഡ്രൈ ഫ്രൈ ആയിട്ടാണ് കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹം അതുമാത്രമല്ല, അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള മസാലയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ സ്വദേശിയാണ്. ഇവിടെ 13ാമത്തെ വയസ്സിൽ വന്ന് ഇവിടെ സെറ്റിലായ ആളാണ്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഉസ്മാനുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഡ്രൈ ഗോപിയുടെ വിശേഷങ്ങളിലോട്ട് പോകാം വീഡിയോയിലേക്ക്. ഓ തർക്കമില്ല, ഞങ്ങൾ പഠിത്തം നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു നമ്മളൊരു ഇവിടെ മൈസൂരിൽ ഈ നമ്മൾ ഡ്രൈ ഗോബി എന്നിട്ട് ആരും ഇല്ല. നമ്മളൊരു ഡിഫറൻസ് ഐറ്റം ഉണ്ടാക്കണം മൈസൂരിൽ ആൾക്കാരന്. നമ്മൾ വേറെ ഒരു ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാ, ട്രൈ ആക്കി. ഇത് തുടങ്ങിയിട്ട് ഒരു 28 കൊല്ലം കഴിഞ്ഞു. 28 കൊല്ലം. ഇല്ല, എൻ്റെ ഓൺ ഐഡിയ, സ്വന്തം ഐഡിയ. ഓ, ഒരു ഡ്രൈ മാത്രം, ഡ്രൈ. ആ, അത് എൻ്റെ മോൻ ഉസ്മാൻ. അവന് എൻ്റെ കൂട്ടത്തിൽ ചെറുപ്പത്തിൽ നിന്നുണ്ട്. വീട് അടുത്ത് തന്നെ. എല്ലാം ഫാമിലി വർക്ക്. എൻ്റെ ഭാര്യ, എൻ്റെ മോള്, എൻ്റെ മരുമോള്, എല്ലാവരും. മസാല നമ്മൾ കേരളത്തിൽ നിന്നാണ് മേടിക്കുന്നത്. ആ, അവിടുന്ന് ഒരു പരിചയപ്പെട്ട ആള് എനിക്ക് മാത്രമേ ഉണ്ടാക്കി തരൂ. സ്ഥലമില്ല. ഇല്ല, അതില്ല. ഇല്ല, മൊത്തത്തിൽ എറണാകുളം, കേരള. അതെ, പറയാൻ പാടില്ല. ആവും. ഓ, നമ്മൾ എത്ര അധ്വാനിച്ച് കൊണ്ടുവരണോ അത്രയും ആവും. ഇല്ല, അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മസാല അല്ലേ? ഉസ്മാൻ ഭായ് പക്ഷേ അതിൻ്റെ എവിടുന്നാണ് മേടിച്ചെന്നുള്ള രഹസ്യം പറയത്തില്ല. അത് പറഞ്ഞാൽ പോയി. എന്തെന്നറിയോ, നമ്മൾ പഠിച്ച ഇത് നമ്മൾ ആറിന് വിട്ടുകൊടുക്കാൻ പാടില്ല അല്ലേ? നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. വേറെ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താലും പിന്നെ നമ്മൾ അധ്വാനിച്ചതിലൊരു പ്രയോജനമില്ല. ശരിയല്ലേ? അതെ, ഇതൊക്കെ നമ്മൾ വളരെ കഷ്ടത്തിൽ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഇത്ര ഭയങ്കര കഷ്ടത്തിൽ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ഞാൻ. ആ, നല്ല എരിയുടെ നല്ല മണം വരുന്നുണ്ട് മസാലയുടെയൊക്കെ. ആ, പിന്നെ നല്ല മസാലയുടെ നല്ല മണമുണ്ട്. സൗദിയിലൊക്കെ വിളിച്ച് നമുക്ക് ഇന്ത്യ മൈസൂർ മതി. കോയമ്പത്തൂർ. ഞാനിവിടെ 13 വയസ്സിൽ വന്നതാ. കാട്ട് മസാലൻ്റെ കാട്ടാ. 13 വയസ്സിൽ വന്നതാണ്. ഇവിടെ തന്നെ. ആ, അദ്ദേഹം വന്ന് അത് മസാലയൊക്കെ പുരട്ടിയിട്ട് ഇട്ട് തുടങ്ങിയിരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ നോക്കി ആളുകളെല്ലാം വന്ന് തുടങ്ങി.
തിരിച്ച് നല്ല സെറ്റപ്പായിട്ട് എടുക്കാനായിട്ട് ബായ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞ് വേണമെന്ന് പറഞ്ഞു. എന്നാലേ കറക്റ്റ് ഉള്ളെല്ലാം വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അത് അടിപൊളിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ. അത് മാത്രമല്ല നീറ്റാണ് സംഭവം കേട്ടോ. അവിടെ ഇവിടെ മറ്റുള്ള ചില ഹോട്ടലുകളിലാണെങ്കിൽ അവിടെ ഇവിടെ ഒന്നും കിടപ്പൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് സംഭവം. ഇത് കണ്ട ആളുകൾ കൂടി വരുന്നുണ്ടോ. 2 പാത്രത്തിൽ പിന്നെയും നിറച്ച് തുടങ്ങി. ഇദ്ദേഹത്തിന് കുറേ അപ്രിസിയേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൻ്റെ സ്റ്റാർ ചാനലിൻ്റെ ഫുഡിൻ്റെ ഇതിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ വെളിയിലും എല്ലാം കുറേ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വെളിയിലും എല്ലാം വെച്ചിട്ടുണ്ട്. ഇത്രയും പേര് ഉള്ളതുകൊണ്ടേ വല്ല പൈസ മേടിച്ചു കഴിഞ്ഞാൽ ആരാദ്യം വന്നതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ടോക്കൺ സംവിധാനത്തിലാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് ടോക്കൺ കേട്ടോ. ഉസ്മാൻ ഡ്രൈ ഗോബി. ഒരു പാക്കറ്റ് ഡ്രൈ ഗോപിക്ക് 60 രൂപയാണ്. അപ്പോൾ ആ 60 രൂപയുടെ ആ പാക്കറ്റിൻ്റെ കൂടെ കുക്കുംബറുണ്ട്, സവാള, അങ്ങനെ തന്നെ നാരങ്ങ അരിഞ്ഞത്, അതൊക്കെ കവറിലിട്ട് മാറ്റി വെച്ചിരിക്കുന്നുണ്ടോ. എന്നിട്ട് പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടങ്ങോട്ട് കൊടുത്താൽ മതി. ആളുകൾ വെള്ളം ഉണ്ടായി തുടങ്ങി കേട്ടോ. രണ്ടാമത്തെ അടുപ്പിൽ നിന്നും എടുത്തു തുടങ്ങി. ആളുകളുടെ ക്ഷമയെല്ലാം കെട്ടു തുടങ്ങി. ആളുകൾ ഒന്നും പറഞ്ഞു തുടങ്ങുക. ಮಾಡೋಕ್ಕಾಗಲ್ಲ, ಕೊಡಲೇಬೇಕು ಅಲ್ವಾ. 3 ಮಂದಿ ಇಸ್ಕೊಂಡ್ರೆ ಯಾವುದು ಕನ್ಫ್ಯೂಸ್ ಆಗಲ್ಲ, ಅವರು ಬೇಜಾರಾಗಲ್ಲ. ಇಲ್ಲಾಂದ್ರೆ ಎಣ್ಣೆಗೆ ಹಾಕ್ಬಿಟ್ಟೆ ಕೊಡೋದಲ್ಲ. ಮುಚ್ಚಿಬಾರ್ದು, ಮುಚ್ಚಿದ್ರೆ ಗಟ್ಟಿ ಆಗುತ್ತೆ. ಪೇಪರ್ ಕೊಡಲ್ವಾ, ಗಟ್ಟಿ ಆಗುತ್ತೆ ಅಂತ ನಾನು ಕೊಟ್ಟಿಲ್ಲ, ಬೇರೆ ಏನಿಲ್ಲ. 3 ಹೊತ್ತಿಗೆ ഉസ്മാൻ ഭായി അടുത്തത് ഇട്ട് തുടങ്ങി. ഇക്ക നമുക്ക് ഒരു പാക്കറ്റ് തന്നു. ഇന്ന് രുചി നോക്കട്ടെ. എന്തായാലും ഇതിൻ്റെ മുകളിൽ ഈ നാരങ്ങ ഒന്ന് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് എന്തായാലും ഒന്ന് നോക്കട്ടെ. ഒരു വെറൈറ്റി സാധനം, നല്ല ക്രിസ്പി ആയിട്ട്. ഇതുവരെയും നമ്മൾ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് കഴിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ സാധനം മൈസൂർ വരികയാണെന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കാൻ പറ്റിയൊരു സംഭവമാണ്. സൂപ്പർ. കുക്കുമ്പർ ഒരു തന്ന ചട്നിയിലൊന്ന് മുക്കി കഴിച്ചു നോക്കട്ടെ. ഓ, ആ സെറ്റപ്പ് സാധനം. നോക്കേ, കോളിഫ്ലവറിൻ്റെ ഇത്രയും കോളിഫ്ലവറിൻ്റെ രുചിയുണ്ടെന്ന്
കോളിഫ്ലവർ പല രീതിയിൽ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യ സംഭവം സൂപ്പർ.